ചെടി കണ്ടിട്ടുണ്ടോ? എന്നാലേ ഈ ചെടി കൊടകിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. നമ്മളുടെ നാട്ടിലും കാണപ്പെടുന്നുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്കാന്ന് മാത്രം. ചെടി ഇവിടെയൊക്കെ കാണാൻ കിട്ടുകയാണെങ്കിലും പക്ഷേ ഇത് കർക്കിടക മാസം ആകുമ്പോഴാണ് ഇതിൻ്റെ തണ്ടിനൊരു വയലറ്റ് കളറും അതുപോലെ നല്ലൊരു മണമൊക്കെ വരുന്നത് കേട്ടോ. ഈ ഇലയ്ക്ക് പ്രത്യേകിച്ചൊരു പേരൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കർക്കിടക ഇല എന്നൊക്കെ പറയില്ല, അത് തന്നെയാണ് എൻ്റെ പേര്. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കർക്കിടക മാസം ആകുമ്പോൾ ഉലുവക്കഞ്ഞിയും കർക്കിടക ലേഹ്യമൊക്കെയാണല്ലോ കഴിക്കാറ്. പക്ഷെ കൊടകിലൊക്കെ ഈ ഇല വെച്ചും ഇതിൻ്റെ തണ്ട് വെച്ചിട്ടും പായസം ഉണ്ടാക്കി കുടിക്കാറാണ് കേട്ടോ പതിവ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇല പോലെ തന്നെ വേറൊരു ചെടിയുണ്ട്. കൊടകിലുള്ളവരുടെ വിശ്വാസം കർക്കിടക മാസം 18-ന് ഈ ചെടിയിൽ 18 മരുന്ന് ചേരും എന്നാണ്. അതുകൊണ്ട് തന്നെ അവര് കർക്കിടക മാസത്തിൽ ഈ ചെടി കൊണ്ടുള്ള പായസമാണ് കഴിക്കാറ്. കർക്കിടകം 30 ആവുമ്പോൾ അതിൽ 30 മരുന്ന് ചേരും എന്നും അവർ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ വേറെ മരുന്നുകളുടെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഇല നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കളറാണ് ഉണ്ടാവുക, ഒരു വയലറ്റ് കളർ. ഇനി നമ്മളൊരു കുക്കർ എടുത്തതിന് ശേഷം അതിലേക്ക് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചരി മുങ്ങി കിടക്കാനുള്ള വിധത്തിൽ നമുക്ക് ഈ ഇലയിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ വെള്ളമില്ലേ, ആ വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അരി മുങ്ങി കിടക്കുന്ന പാകത്തിന് വേണം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഈ വെള്ളം പിഴിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളാണ്ട് വേണം ചെയ്യാൻ. അതായത് ചൂടാറി കഴിഞ്ഞിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്താൽ മതിയെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ഇല പോലെ തന്നെ വേറൊരു ഇലയുണ്ട് എന്ന്. അത് ശ്രദ്ധിക്കാതെ നിങ്ങൾ വേറെ ഇല പോയി പറിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കരുത്. ഇതെങ്ങനെയാ മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ കർക്കിടക ഇലയാണെങ്കിൽ വയലറ്റ് കളർ വരും, എന്നാൽ മറ്റേ ഇലയാണെങ്കിൽ വയലറ്റ് കളർ വരില്ല. ഇത് ഞങ്ങൾ കരണ്ടടുപ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇതൊരു 3-4 വിസിൽ അടിച്ചോട്ടെ. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിത് കുക്കറിലല്ല വേറെ ഏതെങ്കിലും പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിതിന് 15 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 15 to 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ ഒരു 3-4 വിസിൽ കൊണ്ട് ഇതെന്താവും, സെറ്റാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ബെല്ലം ഉരുക്കിയെടുക്കണം. സാധാരണ എല്ലാവരും വെള്ള ബെല്ലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങൾ ഈ ഒരു ബെല്ലാണ് ഉപയോഗിക്കുന്നത്. ബെല്ലം ഉരുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ഞങ്ങളിവിടെ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. സാധാരണ ബെല്ലം ഉരുക്കുമ്പോൾ നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക, പക്ഷെ ഞങ്ങൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളത് നേരത്തെ പിഴിഞ്ഞു വെച്ച ആ ഇലേൻ്റെ വെള്ളമാണ് കേട്ടോ. ഇനി ഈ ബെല്ലമൊക്കെ നന്നായിട്ട് തിളച്ച് ഉരുകി വരട്ടെ. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ അവിടെ വേവാൻ വെച്ചിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ടാവും. ഇത്രയും ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ എല്ലാ മാസവും കർക്കിടകത്തിൽ ഈ പായസം ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മാത്രം ഉണ്ടാക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഇതിനു മുമ്പ് ഈ പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവാൻ വെച്ചിരുന്ന അരി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇത് വെന്ത പോലെ ഒന്നും തോന്നില്ല, പക്ഷെ ഒരു കയ്യിൽ വെച്ച് ഇളക്കുമ്പോൾ ഇതുപോലെ എല്ലാ ചോറും ഈ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് ഇത് വെന്തു എന്നുള്ളത്, നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വയലറ്റ് കളറാണ് ഈ ചോറിനൊക്കെ വരിക, കാരണം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ആ ഇലേൻ്റെതാണ്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് ഉരുക്കി വെച്ചിട്ടുള്ള ബെല്ലം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലുള്ള ഒരു അരിപ്പ വെച്ചിട്ട് വേണം ബെല്ലം ഉരുക്കിയതൊക്കെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ബെല്ലത്തിലുള്ള കല്ലൊക്കെ ഈ ഒരു പായസത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ കഴിക്കാൻ പറ്റാണ്ടാവും. നമ്മൾ ഇതിലേക്ക് സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ച ആ ഇലേൻ്റെ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ബെല്ലം ഉരുക്കിയ പാത്രത്തിലേക്ക് നമ്മൾ ആ ഇല തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടാണ് രണ്ടാമതും ഇതുപോലെ അരിച്ചെടുക്കുന്നത്. നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കി കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടയാത്ത ചോറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഉടയുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ആ നേരത്തെ ഇല തിളപ്പിച്ച് വെച്ച വെള്ളം അത് നമ്മൾ ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിലേക്ക് സാധാരണ വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ വെള്ളം ചേർക്കാതെ ആ ഇല തിളപ്പിച്ച വെള്ളം തന്നെ ഇതിൽ ചേർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സാധാരണ വെള്ളം ചേർക്കുന്നതിൽ കുഴപ്പമുണ്ടായിട്ടില്ല, സാധാരണ വെള്ളം ചേർക്കുന്നതിൽ കുഴപ്പമില്ല. ഈ പായസത്തിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുപ്പ് കലർന്ന ഒരു വയലറ്റ് നിറമാണ്. ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ വെള്ളം ചേർക്കാതെ ഈ ഇല തിളപ്പിച്ച വെള്ളം ചേർക്കുന്നത്. നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നമ്മളിത് കഴിക്കാനുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്, കുടിക്കാനുള്ള രീതിയല്ല. ഇത് കഴിക്കാനുള്ള രീതിയിലാണ്, നമ്മൾ കോരി കോരി കഴിക്കാൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ പാകത്തിന് വേണം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഒറ്റയടിക്ക് തന്നെ വെള്ളം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചമർപ്പാണ്. അധികമായ അമൃതവും വിഷമെന്നാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ വെള്ളം പാകത്തിന് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഇത് തിളയ്ക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇളക്കുമ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾ ഒരുമിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുജീരകത്തിൻ്റെയും അതുപോലെ തന്നെ ഏലക്കേൻ്റെയും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പൊടി ചേർത്ത് കൊടുത്ത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് നല്ലൊരു മണമാണ്, എന്നാൽ ആ മണം കുറച്ചും കൂടി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ അല്ലെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആണല്ലോ, അതുകൊണ്ടാണ്. ഈ ചെടി സത്യത്തിൽ എവിടെ കിട്ടുന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കൊടകിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, അത് വീഡിയോ ആയിട്ട് ഇട്ടു എന്നേ ഉള്ളൂ. അല്ലാതെ ഇതെവിടെ കിട്ടുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയും നമുക്ക് തേങ്ങേൻ്റെ ആവശ്യമുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഇലേൻ്റെ വെള്ളം ഇത്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കിതിനി കുറച്ച് കഴിയുമ്പോൾ, നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കിതൊരു കട്ടിയായിട്ട് കിട്ടും. ഇങ്ങനെ കട്ടിയായിട്ട് കിട്ടുമ്പോഴാണ് നമ്മളിത് കഴിക്കാനുള്ള രീതിയിലാവുക. പായസം പോലെ കുടിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കഴിക്കുന്നതാണ് നല്ലത്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ പാകത്തിന് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുക ആ വെള്ളം. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ മധുരത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് നോക്കാം, അതായത് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തിട്ട് മധുരവും എല്ലാം കറക്റ്റാണോ എന്ന് നമുക്ക് ഈ ടൈം അറിയാൻ പറ്റും. ഈ പായസം ഉണ്ടാക്കിയപ്പോൾ സത്യത്തിൽ ഞാൻ വീട്ടിലില്ല, അമ്മയാണ് വീട്ടിലുണ്ടായിരുന്നത്. അമ്മയാണ് വീഡിയോ എടുത്തതും. നമുക്ക് ഈ ഇലേൻ്റെ വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അല്ലാതെ ഇല തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം അരിച്ചെടുത്ത് മാറ്റിയിട്ട് പിന്നെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അത്രയും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ഇനി ഇതുപോലെ നന്നായിട്ട് ഈ പായസം തിളച്ച് വരണം. ഇനി ഈ പായസം നന്നായിട്ട് തിളച്ച് വരുന്നവരെ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പായസം മാറ്റി വെച്ചതിന് ശേഷം ഗ്യാസിലേക്ക് ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഈ പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നേരത്തെ തേങ്ങ ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഇത്തിരി തേങ്ങ ആവശ്യമുണ്ടെന്ന്. അത് ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ നെയ്യിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞങ്ങളിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നില്ല, പകരം തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അത്രയും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഈ തേങ്ങേൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഉലുവക്കഞ്ഞിയും ലേഹ്യമൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല, പക്ഷെ ഈ ഒരു പായസത്തിൽ മുതിർന്നവരെന്നോ ചെറിയവരെന്നോ ഒരു വ്യത്യാസമില്ല, ആർക്ക് വേണമെങ്കിലും കഴിക്കാം. എണ്ണയിൽ വറുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നെയ്യിൽ വറുക്കുന്നതാണ്. കാരണം ഇത് കർക്കിടക മാസത്തിൽ മാത്രം കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് പായസമാണല്ലോ. ഇനി സാധാരണ നമ്മൾ എല്ലാ പായസത്തിലും ചെയ്യുന്ന പോലെ ഇനി നമ്മൾ ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പായസത്തിലേക്ക് ഒഴിക്കുമ്പോൾ ചൂടായതുകൊണ്ട് തന്നെ, ഇങ്ങനെ തിളച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യുക. ഇനി നമുക്കിത് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട്
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾ ഈ ഇളക്കുമ്പോൾ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുണ്ടാക്കിയവരും കഴിച്ചിട്ടുള്ളവരുമായ ആൾക്കാർ ഇത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ എല്ലാ വർഷവും ഈ മാസത്തിൽ കർക്കിടക പായസം ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാറുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇങ്ങനെ കർക്കിടകത്തിൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമേ ഞങ്ങൾ ഈ വീഡിയോ ഇട്ടേനെ. അങ്ങനെ നമ്മളിത് ഇങ്ങനെ ഇളക്കി ഇളക്കി കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റത്തേക്ക് അവിടെ വെച്ചേക്ക്. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാവുന്നതാണ്. ഇതുപോലെയായിരിക്കും ലാസ്റ്റ് ഇതിൻ്റെ കളർ ഉണ്ടാവുക കേട്ടോ.